ഫംഗ്ഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും നമ്മൾ. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ പേര് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ ബോഡിയുടെ ഉള്ളിലേക്ക് കേർലി ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തിട്ട് ഫംഗ്ഷൻ ബോഡി അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, ഈ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസൊക്കെ എഴുതാം. എന്താണ് വാല്യൂസ്? ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ num1, num2. ഈ പേര് num1, num2 എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എത്ര പാരാമീറ്റർ വേണമെങ്കിലും ആഡും ചെയ്യാം. നമ്മുടെ കേസിൽ 2 പാരാമീറ്ററാണ്, ഒന്ന് കറണ്ട് റിസൾട്ടും പിന്നെ വരുന്ന നമ്പറും എത്രയാണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കൊടുത്തത്. 2 പാരാമീറ്റർ കൊടുത്തു. ഇതിൻ്റെ പേരാണ് പാരാമീറ്റർ ആക്ച്വലി. num1, num2, A, B, അങ്ങനെ നമ്പർ 1, നമ്പർ 2 അങ്ങനെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങൾക്ക് പാരാമീറ്ററിൽ. ഓക്കെ, സോ പാരാമീറ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ